ഹലോ, കമൻസിൽ കണ്ട ഒരു ഡൗട്ടാണ്. ഡി എഫ് ലോവർ കാസ്റ്റും ഡി എം അപ്പർ കാസ്റ്റും ആയതുകൊണ്ട് ഡി എം തൻ്റെ ഡി എഫിനെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള പേടി എങ്ങനെ ഹീൽ ചെയ്യാം? ഇവിടെ ഡി എഫിൻ്റെ പ്രശ്നം ഡി എം അപ്പർ കാസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്നെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടിയാണ്. ഈ പേടി എന്നത് നമ്മളിലെ ഒരു നെഗറ്റീവ് ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഷാഡോ ആണ്. ഇതിനെ ഷാഡോ വർക്കിലൂടെ നമുക്ക് ഹീൽ ചെയ്യാം. ഒരു സത്യം പറയട്ടെ, ഡി എമ്മും ഡി എഫും തമ്മിലുള്ള ഒരു കണക്ഷൻ വളരെ ഡിവിനിറ്റി ഉള്ള ഒന്നാണ്. ഡി എം ഒരിക്കലും ഡി എഫിൻ്റെ സൗന്ദര്യമോ ജാതിയോ മതമോ പണമോ ഒന്നും നോക്കിയിട്ടല്ല ഡി എഫിലേക്ക് അടുക്കുന്നത്. ഡി എഫും അങ്ങനെ തന്നെയാണ് അല്ലേ? അവരുടെ സോൾസ് തമ്മിലാണ് കണക്റ്റ് ആകുന്നത്. ഇവിടെ സോൾ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഡി എഫ് ലോവർ കാസ്റ്റ് ആയാലും സൗന്ദര്യം കുറഞ്ഞാലും ഡി എമ്മിന് അതൊന്നും ഒരു പ്രശ്നമായി തോന്നില്ല. അവരുടെ കണ്ണിൽ തൻ്റെ ഡി എഫ് തന്നെയാണ് സോ അട്രാക്റ്റീവ്. ആ ഒരു അട്രാക്ഷൻ മറ്റാരോടും അവർക്ക് തോന്നില്ല. അതിപ്പോൾ അവർ എവിടെയാണേലും ആരോടൊപ്പം ജയിച്ചാലും അത് സത്യമാണ്. ആ സത്യത്തെ മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ ഡി എഫിൻ്റെ ഈ പ്രശ്നം ഷാഡോ വർക്കിലൂടെ എങ്ങനെയാണ് ഹീൽ ചെയ്യുന്നത് നോക്കാം. സ്റ്റെപ്പ് 1, നിങ്ങളുടെ ഇവിടുത്തെ പ്രശ്നം എഴുതി വെക്കുക. എക്സാമ്പിളായിട്ട്, എൻ്റെ ഡി എം അപ്പർ കാസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹം എന്നെ റിജക്റ്റ് ചെയ്യുമോ? എനിക്ക് പേടിയാണ്. ലോവർ കാസ്റ്റായ എനിക്കിതിനൊക്കെ അർഹതയുണ്ടോ? അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ സ്വയം ചിന്തിക്കുക, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്? അടുത്ത സ്റ്റെപ്പിൽ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളിലൂടെ യാത്ര പോവുക. ഈ പ്രശ്നത്തിൻ്റെ റൂട്ട് കോസ്, മൂലകാരണം തേടി പോവുക. അടുത്ത സ്റ്റെപ്പിൽ അവിടെ അങ്ങനെ തേടി പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഒരു പക്ഷേ നിങ്ങൾ ലോവർ കാസ്റ്റിലായതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് റിജക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം. അതൊരു കാരണമാണ്. അതിൻ്റെ ആ ഒരു പേടി ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയ ഈ ഉത്തരത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് നോക്കാം. ലോവർ കാസ്റ്റ് ആയവരെല്ലാം ഈ റിജക്ഷൻസ് അനുഭവിച്ചേ പറ്റൂ എന്നുള്ള തെറ്റായ ചിന്താഗതി നിങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് ഡി എമ്മും നിങ്ങളെ റിജക്റ്റ് ചെയ്യുവോ എന്ന ഒരു പേടി ഉണ്ടായത് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. അപ്പോൾ ആ ചിന്താഗതിയെ തിരുത്താൻ ശ്രമിക്കുക. പിന്നെ സ്വയം മനസ്സിലിങ്ങനെ പറയുക, ജാതി, മതം, വിവാഹം ഇതൊന്നും ആത്മാവുകൾക്ക് അറിയാത്ത കാര്യമാണ്. ഇതൊക്കെയും ഭൂമിയിൽ മനുഷ്യനുണ്ടാക്കി വെച്ച സിസ്റ്റംസ് മാത്രമാണ്. ആത്മാവിനെ അറിഞ്ഞു ജീവിക്കാൻ ഒരു ട്വിൻ ഫ്ലെയിമായി ഈ ഭൂമിയിൽ ജന്മമെടുത്ത ഞാൻ ഈ ചിന്താഗതിയും കൊണ്ട് നടക്കേണ്ട ആവശ്യമേ ഇല്ല. എൻ്റെ ഡി എം എൻ്റെ പാർട്ട് തന്നെയാണ്, ഞങ്ങൾ ഒന്നാണ് എന്ന് സ്വയം പറയുക. ഓക്കെ, ദെൻ ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഷാഡോ വർക്ക്. ഈ ഒരു ഫിയർ ഇഷ്യൂ നിങ്ങൾക്ക് ഹീൽ ആയിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും ഇത് ചെയ്യാൻ ശ്രമിക്കണം, റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.